ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽ ഹസൻ. ഇന്ന് നമ്മൾ വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ക്ലാസ് 21 നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ കൃത്യമായിട്ട് 25 ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിന് ശേഷമുള്ള എക്സാം തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, എക്സാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്തു നോക്കാം. സോ ആദ്യത്തെ ചോദ്യം 751 നിന്നും 775 വരെയുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. 751 ചോദ്യം നോക്കിയേ. അൺവാണ്ടഡ് ഡെപ്പോസിറ്റ് ഓഫ് വെൽഡ് ഇൻ ദി ഷേപ്പ് ഓഫ് സ്മോൾ ബോൾസ് ഓൺ ദി വർക്കിംഗ് സർഫസ് ഓഫ് ദി അലോയ് ടു ബി വെൽഡഡ് കാൾഡ് ആസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണല്ലേ. അൺവാണ്ടഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഓഫ് വെൽഡ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്മോൾ ബോൾസ്, അതെന്ത് ചെയ്യുന്നു, ഓൺ ദി വർക്കിംഗ് സർഫസ് ഓഫ് ദ അലോയ് ടു വെൽഡഡ്. ഇത്തരത്തിലുള്ള ഒരു വെൽഡിൽ ചെറിയ ബോളുകളുടെ രൂപത്തിൽ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റൽ ഡെപ്പോസിറ്റുകൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്, അതെ സ്പാറ്റേഴ്സ് എന്ന് പറയുന്നു. സ്പാറ്റേഴ്സ് എന്ന് പറയുന്നു അല്ലേ. സോ explanation ഇതാണ്. Unwanted deposit of weld in the shape of small balls on the working surface of the alloy to be welded is called spatters. Okay, by using wrong polarity and a long arc alloy. അങ്ങനെ അതാണ് ഒന്നാമത്തെ എന്തെന്ന് പറയുന്നത്, ഇതുണ്ടാകാനുള്ള ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ദിസ് ഡിഫക്റ്റ് occurred due to arc blow. ഇനി അടുത്തത് ടു റെമിഡി ദിസ് കംപ്ലീറ്റ് ഡ്രൈ ഫ്ലക്സ് ആൻഡ് കറക്റ്റ് പൊളാരിറ്റി ആർ യൂസ്ഡ്. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി, ഈ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഡ്രൈ ഫ്ലക്സ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള പൊളാരിറ്റി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു റെമഡിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. 752 ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ദ സൈസ് ഓഫ് ഫില്ലർ റോഡ് ഈ സ്പെസിഫൈഡ് ബൈ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ഓപ്ഷൻ? യെസ്, ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, ദ സൈസ് ഓഫ് ഫില്ലർ റോഡ് ഈ സ്പെസിഫൈഡ് ബൈ ഡയമീറ്റർ. ആ ഫില്ലർ റോഡിന്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് ഡയമീറ്റർ വെച്ചിട്ടാണ് അല്ലേ. ദ കമ്പോസിഷൻ ഓഫ് ദി ഫില്ലർ റോഡ് ഡിപ്പെൻഡ് ഓൺ ദ കമ്പോസിഷൻ ഓഫ് ദ ബേസ് മെറ്റൽ. Filler rod are made from variety of materials such as mild steel, copper, silver, aluminium, cast iron, etc. Flux is used to protect the filler metal from atmospheric influence in its molten state. ഇതൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ തന്നെയാണല്ലേ. സോ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 753 753 ചോദ്യം എന്താണ്, റെഡ്യൂസിങ് ഫെദർ ഈസ് in oxidizing flame, both in neutral and oxidizing flame, in neutral flame, in carburizing flame. ആൻസർ എന്ന് പറയുന്നത് എന്താണ്, reducing feather takes place in carburizing flame. In this flame the ratio of oxygen and acetylene is about 0.9 to 1. ഇത് തന്നെ ആയിരിക്കും എപ്പോഴും, അല്ല എപ്പോഴും എന്തായിരിക്കും, അപ്പം കാർബറൈസിംഗ് ഫ്ലെയിം അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിമിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ അസറ്റിലിൻ എപ്പോഴും കൂടുതലായിരിക്കും. ഇവിടെ രണ്ടാമത് നടക്കുന്ന അസറ്റിലിനും ഒന്നാമത് നടക്കുന്ന ഓക്സിജനാണ്. അപ്പൊ ഓക്സിജന്റെ അളവ് എന്താണ്, 0.9, അസറ്റിന്റെ അളവ് 1. അപ്പം അസറ്റിലിൻ കൂടുതലാണ്, ഓക്സിജൻ കുറവാണ്. സോ അത് അങ്ങനെ ആയിരിക്കും ഈ റേഷ്യോ വരുന്നുണ്ടാവുക കേട്ടോ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് മാക്സിമം ടെമ്പറേച്ചർ ഇസ് അബൌട്ട് 2900 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ് ഓഫ് മോണൽ മെറ്റൽ, നിക്കൽ, കോപ്പർ അലോയ് അല്ലെങ്കിൽ ഹൈ കാർബൺ സ്റ്റീൽ ആൻഡ് സം സ്റ്റീൽ അലോയ്സ് ആൻഡ് മെറ്റീരിയൽസ് വിത്ത് ഹാർഡ് സർഫസ്. അടുത്തത് ലോ റേഷ്യോ ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഇൻ ന്യൂട്രൽ ഫ്ലെയിം ഇസ് അബൌട്ട് 1:1. അപ്പോൾ ന്യൂട്രൽ ഫ്ലെയിമിൽ ഓക്സിജന്റെ അളവും അസറ്റിലിന്റെ അളവും സെയിം ആയിരിക്കും. ദ റേഷ്യോ ഓഫ് ഓക്സിജൻ ആൻഡ് അസറ്റിലിൻ ഓക്സിഡൈസിംഗ് ഇസ് അബൌട്ട് 1.5:1. ഇവിടെ എന്താണ് വ്യത്യാസം? യെസ്, ഫസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഓക്സിജൻ, രണ്ടാമത് അസറ്റിൻ ആണ്. അപ്പോൾ ഓക്സിജന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും, അസറ്റിന്റെ അളവ് കുറവായിരിക്കും. ഓക്കെ, ഓക്സിഡൈസിംഗ് ഫ്ലെയിം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കൂടുതലാണെന്ന് ഓർക്കുക, അസറ്റിലും കുറവാണെന്ന് ആലോചിക്കുക. ന്യൂട്രൽ ഫ്ലെയിം ആണെങ്കിൽ രണ്ടും സെയിം ആണെന്ന് ആലോചിക്കുക. അസറ്റിനും ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ കുറവും അസറ്റിനും കൂടുതലാണെന്നും ആലോചിക്കുക. പലതവണയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക്ക് സമാനമായിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ന്യൂട്രൽ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ വെൽഡിംഗ്. ഇവിടെ ഏത് വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നത്? സ്റ്റീൽ ആൻഡ് കാസ്റ്റ് അയൺ, ബ്രോൺസ് ആൻഡ് സ്റ്റെലൈറ്റ്, കോപ്പർ ആൻഡ് ബ്രാസ് ആൻഡ് ബ്രോൺസ്. സോ ഇത് നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പം മൈൽഡ് സ്റ്റീലിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ അലോയ് സ്റ്റീൽ ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്, ലെഡിന് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്, കോപ്പർ ആൻഡ് ബ്രോൺസിന് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രേ കാസ്റ്റിന് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഗ്രേ കാസ്റ്റിന് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിമും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പർ ആൻഡ് ബ്രോൺസിന് നമ്മൾ സംടൈംസ് ഓക്സിഡൈസിങ് ഫ്ലെയിം എന്ത് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാർബണൈസിങ് ഫ്ലെയിം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് 755 ക്വസ്റ്റ്യൻ ആണ്. ദ ഓക്സിജൻ സിലിണ്ടർ ഹാസ് ദി കളർ. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്? ബ്ലാക്കും. അസറ്റലിന്റെ എന്തായിരിക്കും? മെറൂൺ കളറും ആയിരിക്കും അല്ലെ. അയ്യോ, ഹോംവർക്ക് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പലതവണ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അതിന് ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനിയും വരുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 756. ഇൻ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് the gas chain is reduced what it comes out the cylinder by the use of. ഓക്സിഅസറ്റിലിൻ വെൽഡിങ്ങിൽ ഗ്യാസ് ചെയിൻ സിലിണ്ടറിൽ നിന്ന് പുറത്തു വരുന്നത് കുറയ്ക്കുന്നത് ഏത് ഉപയോഗിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടല്ലോ, അത് സിലിണ്ടറിൽ നിന്നും പുറത്തു വരുന്നത് റെഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് റെഗുലേറ്റർ ആണോ, വാൾവാണോ, ടോർച്ചാണോ, മിക്സിംഗ് ചാമ്പർ ഉപയോഗിച്ചിട്ടാണോ? വളരെ സിമ്പിൾ ആണല്ലേ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ആൻസർ എന്ന് പറയുന്നത് റെഗുലേറ്റർ ആണ്. ഇൻ ഗ്യാസ് വെൽഡിംഗ് pressure regulators are required when high pressure filled gas in used gas cylinders. As the gas continues to be used, so does pressure in the cylinder keep on decreasing, but the gas coming out the pressure regulator, the pressure remains the same. On the basis of design, there are two types of regulator. First one single stage regulator, second one two stage regulator. അപ്പോൾ ഈ ചോദ്യം ഇത് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. Then next question എന്ന് പറയുന്നത് എന്താണ്? ഇൻ കാർബറൈസിങ് ഫ്ലെയിം, അതിനകത്ത് കാർബറൈസിങ് ഫ്ലെയിമിനകത്ത് അപ്പം ഫ്ലെയിം ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനകത്ത് എത്ര ഫ്ലെയിം ഉണ്ടെന്നുള്ളതാണ്, അതായത് ഉള്ളിൽ എത്ര ഫ്ലെയിം ഉണ്ട്, അത് മൊത്തത്തിൽ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ എന്ന് പറയുന്നത് കാർബറൈസിങ് ഫ്ലെയിമിന് 3 കോൺസ് ആണുള്ളത്. ആ ഒരു ഫിഗർ കൂടെ കാണിക്കുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇതാണ് കാർബറൈസിങ് ഫ്ലെയിം എന്ന് പറയുന്നത്. കാർബറൈസിങ് ഫ്ലെയിമിന്റെ 1, 2 പിന്നെ ഇന്നറിൽ ഏറ്റവും ഇന്നറിലായിട്ട് ഒരു കോൺ കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഔട്ടർ കോറും ഇന്നർ കോറും ഇന്റർമീഡിയറ്റ് കോണും കൂടെ ചേർത്തിട്ട് മൊത്തത്തിൽ 3 ആണ്. ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈഡ് ടു എ ന്യൂട്രൽ ഫ്ലെയിം ഈസ് റെഡ്യൂസ്ഡ് ദെൻ ദ ഫ്ലെയിം ഈസ് കൺവേർട്ടഡ് ഇൻ ടു കാർബറൈസിംഗ് ഓർ റെഡ്യൂസിംഗ് ഫ്ലെയിം. ഇറ്റ് കണ്ടെയ്ൻ മോർ അസറ്റിലിൻ ദാൻ ഓക്സിജൻ. അതുകൊണ്ട് 3 കോൺസ് ഫൗണ്ട് ഇൻ കാർബറൈസിംഗ് ഫ്ലെയിം. ദ ഇന്നർ കോൺ ഷോ ഇൻ ദ ഫിഗർ. ഓക്കെ, ബാക്കി 2 ഫ്ലെയിം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ ഫ്ലെയിമും ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ ഫിഗറിൽ ന്യൂട്രൽ ഫ്ലെയിം, രണ്ടാമത്തെ ഫിഗറിൽ ഓക്സിഡൈസിംഗ് ഫ്ലെയിം ആണ്. ഇവിടെ 2 എത്രയാണ്? ഒന്നാമത്തത് രണ്ടാമത്തത്. ഓക്കെ, ഒന്ന് ഔട്ടറിലും ഒന്ന് ഇന്നറിലും, അങ്ങനെ 2 ഫ്ലെയിം മാത്രമാണ് ഉള്ളത് അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 758 ക്വസ്റ്റ്യൻ. ഇൻ മെനി ആപ്ലിക്കേഷൻ വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ്. ഇൻ മെനി ആപ്ലിക്കേഷൻ വിച്ച് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ്. ഓക്സി അസറ്റിലിൻ വെൽഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് ഫ്ലെയിം ആണെന്നുള്ളതാണ് നമുക്കറിയാം. ഏതാണ്? ഓക്സി അസറ്റിലിൻ വെൽഡിങ് ന്യൂട്രൽ ഫ്ലെയിം ഈസ് യൂസ്ഡ് ഓൺ ദ മാക്സിമം. അപ്പം ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഏത് തന്നെയായിരിക്കും? മോസ്റ്റ് ഓഫ് ദ കോമൺ ആപ്ലിക്കേഷൻസിനും ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നത് ആലോചിക്കുക. മിക്സിംഗ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എമൗണ്ട് ഓഫ് അസറ്റിലിൻ ആൻഡ് ഓക്സിജൻ ഇൻ ന്യൂട്രൽ ഫ്ലെയിം, അതായത് 1:1 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 759 ആണ്. വിച്ച് സബ്സ്റ്റൻസ് വെൽഡിംഗ് ദെയർ നോ യൂസ് ഓഫ് ഫ്ലക്സ്. വിച്ച് സബ്സ്റ്റൻസ് വെൽഡിംഗ് ദെയർ നോ യൂസ് ഓഫ് ഫ്ലക്സ് എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് അയൺ എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്സ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ വെൽഡിംഗ് കാസ്റ്റ് അയൺ. ആൻസർ കീ റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഫ്ലക്സ് ക്ലീൻഡ് വർക്ക് പീസ് ആൻഡ് പ്രൊട്ടക്ട്. അതിന്റെ ഫ്ലക്സിന്റെ കാര്യമാണ് പറയുന്നത്. ഫ്ലക്സ് ഓക്കെ, ഫ്ലക്സ് ഇതൊരു പോയിന്റ് ആണ്. ഫ്ലക്സിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ക്ലീൻ ദ വർക്ക് പീസ് ആൻഡ് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദി എൻവയോൺമെന്റ് ആൻഡ് ആൾസോ ഇംപ്രൂവ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫ്ലക്സ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സാൻഡ്, സോഡിയം, ബൊറാക്സ്, ക്ലോറൈഡ്, സാൾട്ട് ഇൻ ദ ഫോം ഓഫ് ഫ്ലക്സ് ഈസ് യൂസ്ഡ്. ഇത്രയും ഫോമുകൾ, ഇതിന്റെ എല്ലാ ഫോമുകളിൽ എന്ത് ചെയ്യുന്നു? ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 760 ആണ്. എ വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് to change. A welding transformer is used to change ഓർക്കുക AC മെയിൻ സപ്ലൈ ടു AC വെൽഡിംഗ് സപ്ലൈ ആണ് കേട്ടോ. AC
മെയിൻ സപ്ലൈ ടു AC വെൽഡിംഗ്. സോ ക്വസ്റ്റ്യനിൽ ഒരു ഇതുണ്ട് കേട്ടോ, വെൽഡിംഗ് സപ്ലൈ എന്നല്ല, ഓക്കെ, AC വെൽഡിംഗ് സപ്ലൈ എന്നാണ് വരുന്നുണ്ടാവുക. AC വെൽഡിംഗ് സപ്ലൈ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ AC മെയിൻ സപ്ലൈ ടു AC വെൽഡിംഗ് സപ്ലൈ എന്ന് വരും ആൻസർ. വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റെപ്പ് ഡൗൺ വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെയിൻ alternating current into welding alternating current. Generally convert 220 440 volt into 30 AC welding transformer is used to change. ഞാൻ വേറൊരു സൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കി വെച്ച് നോക്കുക, വെൽഡിംഗ് ട്രാൻസ്ഫോമർ AC, വെൽഡിംഗ് റെക്ടിഫയർ DC, വെൽഡിംഗ് ജനറേറ്റർ AC or DC, ഇൻവെർട്ടർ ടൈപ്പ് വെൽഡിംഗ് പവർ സോഴ്സ് DC. AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ, ദിസ് ഇസ് ടൈപ്പ് ഓഫ് AC വെൽഡിംഗ് മെഷീൻ വിച്ച് കൺവേർട്ട് AC മെയിൻ സപ്ലൈ into AC വെൽഡിംഗ് സപ്ലൈ. DC വെൽഡിംഗ് ജനറേറ്റർ ആണെങ്കിൽ ആർ യൂസ്ഡ് ജനറേറ്റ് DC വെൽഡിംഗ് സപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AC മെയിൻ സപ്ലൈ. ഓക്കെ, DC വെൽഡിംഗ് ജനറേറ്റർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർ യൂസ്ഡ് ടു ജനറേറ്റ് DC വെൽഡിംഗ് സപ്ലൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് AC മെയിൻ സപ്ലൈ കേട്ടോ. AC മെയിൻ സപ്ലൈയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അതെന്ത് ചെയ്യുന്നത്, DC വെൽഡിംഗ് സപ്ലൈ ജനറേറ്റ് ചെയ്യുന്നതാണ്. AC or DC വെൽഡിംഗ് റെക്ടിഫയർ ആണെന്നുണ്ടെങ്കിൽ വെൽഡിംഗ് റെക്ടിഫയർ സെറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC വെൽഡിംഗ് സപ്ലൈ ടു DC വെൽഡിംഗ് സപ്ലൈ. AC ടു DC കൺവേർഷൻ ആണ് അപ്പോൾ അവിടെ റെക്ടിഫയറിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, AC വെൽഡിംഗ് ട്രാൻസ്ഫോമർ, ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് AC വെൽഡിംഗ് മെഷീൻ വിച്ച് കൺവേർട്ട് AC മെയിൻ സപ്ലൈ ടു AC വെൽഡിംഗ് സപ്ലൈ. അതായിരിക്കാം ചോദ്യത്തിൽ വന്നിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. 761 ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം വിൽ ബി ജനറേറ്റഡ് എവിടെയാണെന്നുള്ളതാണ്. ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലെയിം വിൽ ബി ജനറേറ്റഡ് ഇന്നർ എൻവലപ്പ് ഓഫ് ദ ഫ്ലെയിം, അതിൻ്റെ ഏറ്റവും ഇന്നർ പോർഷനിലല്ലേ അതിലായിരിക്കും. ദർ ആർ 3 പാർട്സ് ഓഫ് എനി ഫ്ലെയിം. അപ്പോൾ അതിനകത്ത് ഇന്നർ സോണ്, മീഡിയം ഓർ മിഡിൽ സോണ്, ഔട്ടർ സോൺ എന്നിങ്ങനെ 3 ഇതുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ഇന്നർ സോണിലായിരിക്കും ഏറ്റവും നല്ല ഹയസ്റ്റ് ടെമ്പറേച്ചർ ഉള്ളത്. ആ ടെമ്പറേച്ചർ ന്യൂട്രൽ ഫ്ലെയിമിനെ സംബന്ധിച്ച് 3260 ഡിഗ്രി സെൽഷ്യസ് ആണ്. മീഡിയം ഓർ മിഡിൽ സോണിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഇൻ കാർബറൈസിങ് ഫ്ലെയിം. ഇൻ ഔട്ടർ സോൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ സോൺ ഇസ് അബൌട്ട് 1200-1300 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അടുത്ത 762 ചോദ്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പലർക്കും അറിയാവുന്ന ചോദ്യമാണ്. ദ ഫ്ലെയിം ജനറേറ്റഡ് ഇൻ ഓക്സി അസിറ്റിലിൻ ഗ്യാസ് ബിൽഡിംഗ് വിൽ ബി ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഏതാണെന്നുള്ളതാണ്. സോ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക കേട്ടോ. എക്സാമിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടാവും, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കീയിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം. 763 as the arc length increases the operating voltage will be. Arc length increase ചെയ്യുന്ന സമയത്ത് operating voltage will be increase. As the arc length increases the operating voltage will also increase. V is equal to A plus B, where V എന്ന് പറയുന്ന വോൾട്ടേജ്, I എന്ന് പറയുന്ന arc length, B എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, V കൂടുമ്പോൾ then I യും കൂടുന്നുണ്ട്. അടുത്ത 764 the arc used in electric arc welding is. The arc used in electric arc welding is. The arc used in electric arc welding is high voltage high current, low voltage low current, low voltage high current, high voltage low current എന്നാണ്. low voltage high current അല്ലേ. The arc is used electric arc welding is low voltage high current discharge. Electric arc welding, in this welding high current is passed between the metal to be joined. This current is up to the melting point of those metals and they melted and joined. അതാണ് ഈ ഒരു വെൽഡിങ്ങിൽ ഹൈ കറണ്ട് ഈസ് പാസ്ഡ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഇടയിൽ എന്നുള്ളതാണ്. ഇൻഡേറ്റ് ദ മെറ്റൽ ടു ബി ജോയിൻഡ്. ഓക്കെ, അങ്ങനെ ദിസ് കറണ്ട് ഈസ് അപ് ടു ദ, ഈ കറണ്ട് എവിടെ വരെ ഉണ്ടാവും, എത്ര ഇതിൽ വരെയാണ്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ദോസ് മെറ്റൽസ് ആൻഡ് ദേ മെൽറ്റഡ് ആൻഡ് ജോയിൻഡ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് ജോയിൻ ആവുന്ന വരെ എന്നുള്ളതാണ്. ഓക്കെ, 765 ചോദ്യം എന്ന് പറയുമ്പോൾ ഇൻ വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു സപ്ലൈ. ഇൻ വെൽഡിംഗ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു സപ്ലൈ. ഇൻ വെൽഡിംഗ് ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു സപ്ലൈ. ലോ വെൽഡിംഗ് കറണ്ട് ആണോ, ലോ വെൽഡിംഗ് വോൾട്ടേജ് ആണോ, ഹൈ വെൽഡിംഗ് വോൾട്ടേജ് ആൻഡ് ഹൈ വെൽഡിംഗ് കറണ്ട് ആണോ, ലോ വെൽഡിംഗ് വോൾട്ടേജ് ആൻഡ് ഹൈ വെൽഡിംഗ് കറണ്ട് ആണോ. ഇൻ വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു സപ്ലൈ ലോ വെൽഡിംഗ് വോൾട്ടേജ് ഹൈ വെൽഡിംഗ് കറണ്ട് അല്ലേ. സോ ഇവിടെ നോക്കാം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ കൂട്ടുകയും കറണ്ടിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ കുറയ്ക്കുകയും കറണ്ടിനെ കൂടുകയും ചെയ്യും. ഓക്കെ,
വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത് ദ ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് വെൽഡിങ് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. പ്രധാനമായിട്ട് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജിനെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൊണ്ട് കറണ്ടിനെ എന്ത് ചെയ്യുകയാണ്, കൂട്ടുകയാണ് ചെയ്യുന്നുണ്ടാവുക. എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ചോദ്യമാണ് അതെന്ന് പറയുന്നത്. ഇനി 766, അതായത് ആ എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഓക്കെ, ഇൻ ഓക്സി അസെറ്റിലിൻ വെൽഡിങ് വിച്ച് ഗ്യാസ് ഈസ് ക്ലോസ്ഡ് ഫസ്റ്റ് അവോയ്ഡ് ബാക്ക് ഫയർ. അതായത് ഇൻ ഓക്സി അസെറ്റിലിൻ വെൽഡിങ് വിച്ച് ഗ്യാസ് ഈസ് ക്ലോസ്ഡ് ഫസ്റ്റ് ടു അവോയ്ഡ് ബാക്ക് ഫയർ. ഓക്കെ, ബാക്ക് ഫയർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ അങ്ങനെ ആദ്യമായിട്ട് ഓഫ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, അസെറ്റിലിൻ ഗ്യാസ് ഈസ് ക്ലോസ്ഡ് ഫസ്റ്റ് ടു അവോയ്ഡ് ബാക്ക് ഫയർ ഇൻ ഓക്സി അസെറ്റിലിൻ വെൽഡിങ്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസെറ്റിലിൻ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ ലിക്വിഡ് ഫോം. അസെറ്റിലിൻ ഈസ് വെൽഡി യൂസ്ഡ് ഫ്യൂൽ ആൻഡ് ഫോർ വെൽഡിങ്. ഇതുകൂടെ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ലിക്വിഡ് അസെറ്റോൺ. ഓക്കെ, ആ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ നോക്കാം. അടുത്ത 767 ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇൻ ഓക്സി അസെറ്റിലിൻ ഗ്യാസ് കട്ടിംഗ് ദ മെറ്റൽ കട്ടിംഗ് ഈസ് ഡൺ ബൈ. In oxyacetylene gas cutting, the metal cutting is done by high pressure oxygen, high pressure acetylene, high pressure nitrogen, high pressure argon. In oxyacetylene gas cutting, the metal cutting is done by high pressure oxygen. Next 768, in TIG welding, which gas is used for shielding purposes? Argon ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഹൈഡ്രജൻ എന്ന രീതിയിൽ തെറ്റായിട്ടുള്ള ആൻസർക്ക് നിമീനകത്തുണ്ട് കേട്ടോ. അപ്പം ഇൻ ടിഗ് വെൽഡിങ് ആർഗൺ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഷീൽഡിംഗ് പർപ്പസസ്. ഈസ് ആൾസോ കാൾഡ് ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആർഗണും ഹീലിയും ഗ്യാസ് ആർ യൂസ്ഡ് ഇനർട്ട് ഗ്യാസ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദിസ് ബോത്ത് AC ആൻഡ് DC പവർ സപ്ലൈസ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. അടുത്ത 769 ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു വെൽഡിംഗ്. വെൽഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടേം ഫ്യൂഷന്, ബോണ്ടിങ്, ബീഡ്, പെനട്രേഷൻ. നമുക്ക് എന്താണ്, ഫ്യൂഷനും ബീഡും പെനട്രേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബോണ്ടിങ് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ വെൽഡിംഗ്. ഫ്യൂഷനും ബീഡും പെനട്രേഷനും ഒക്കെ എന്താണ്, വെൽഡിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഫ്യൂഷൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത 770 ചോദ്യം. ടൈപ്പ് ഓഫ് വെൽഡ് എഡ്ജ് പ്രിപ്പറേഷൻ. അപ്പോൾ ടൈപ്പ് ഓഫ് വെൽഡ് എഡ്ജ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ക്വയർ എഡ്ജസ്, സിംഗിൾ വി, ഡബിൾ വി, ആൾ ഓഫ് ദി എബോ. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ എഡ്ജസ്, ഡബിൾ വി, സിംഗിൾ വി, ആൾ ഓഫ് ആർ ദ ടൈപ്പ് ഓഫ് വെൽഡിംഗ് എഡ്ജ് പ്രിപ്പറേഷൻ. ടൈപ്പ് ഓഫ് വെൽഡിംഗ് എഡ്ജ് പ്രിപ്പറേഷൻ സ്ക്വയർ എഡ്ജ്, സിംഗിൾ യു, ഡബിൾ യു, സിംഗിൾ വി, ഡബിൾ വി, അങ്ങനെ അങ്ങ് പോകും കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് ടിൻ ഇൻ സോഫ്റ്റ് സോൾഡർ? സോഫ്റ്റ് സോൾഡർ 63% ടിൻ ആയിരിക്കും. ഓക്കെ, സോഫ്റ്റ് സോൾഡർ 63% ടിൻ ആൻഡ് 37% ലെഡ് ആണ്. ദ മെറ്റൽ ടിൻ ആൻഡ് ലെഡ് ആർ യൂസ്ഡ് ദർ മാനുഫാക്ചർ. ദ ഹയർ ദ എമൗണ്ട് ഓഫ് ടിൻ ഇൻ ദ സോൾഡർ ലോവർ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 450°C വരെ അല്ലെങ്കിൽ താഴെയാണ്. സോഫ്റ്റ് സോൾഡർ ഈസ് യൂസ്ഡ് ജോയിൻ തിൻ വയർസ്, തിൻ ഷീറ്റ് ആൻഡ് സ്മോൾ പോർട്സ്. അടുത്ത 772 ചോദ്യമാണ്. The type of current employed during an arc welding process. The type of current employed during an arc welding process is only alternating current, only direct current, either alternating or direct current is the right answer. Okay, alternating current and direct current used during arc welding process. Arc welding require a constant supply of current which is sufficient to maintain the arc in ampere and provide the correct voltage to which job is melted and joined. അതൊക്കെ ജസ്റ്റ് വായിച്ചിരിക്കുക. അടുത്ത 773 ആണ്. ലേസർ വെൽഡിംഗ് ഫൈൻഡ് വൈഡസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻ ഹെവി ഇൻഡസ്ട്രി, സ്ട്രക്ചർ വർക്ക്, ഇലക്ട്രോണിക് ഇൻഡസ്ട്രി, പ്രോസസ് ഇൻഡസ്ട്രി. ആൻസർ എന്ന് പറയുന്നതാണ് ലേസർ വെൽഡിംഗ് ഫൈൻഡ് വൈഡസ്റ്റ് ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി. In this method, the metal is melted by focusing a laser beam on a spot of diameter thinner than air. It has capacity to generate power of several lakh watts on square centimeter. 774. Weaving in arc welding refer to. Weaving in arc welding refer to. Weaving is a side-to-side motion of the welding arc during transferring metal to be joined to be de-welded. ഇത് ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അണ്ടർകട്ട് ആർ വെൽഡ് ഡിഫക്ട് ഇൻ വെൽഡ്മെന്റ് പോസിറ്റീവ് ടു എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അണ്ടർകട്ട് വരാൻ കാരണം എക്സസീവ് വെൽഡ് കറണ്ട് ആണ്. സോ എക്സസീവ്, അപ്പം അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിനകത്ത് എക്സസീവ് ഹീറ്റ് ഫ്രം ഹൈ കറണ്ട് ആൻഡ് വോൾട്ടേജ് സെറ്റിംഗ്സ് ഒരു കാരണമാണ്. ഇഫ് ട്രാവൽ സ്പീഡ് ഈസ് ടു ഫാസ്റ്റ് ദ ഇലക്ട്രോഡ് മൂവ് അവേ ഫ്രം ദ വെൽഡ് പൂൾ.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 25 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലെസൺസ് കൂടി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാം ആണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സൂചിപ്പിക്കാവുന്നതാണ്. ആൻസർ കീയിൽ എന്തെങ്കിലും കംപ്ലൈന്റുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, റെഫറൻസ് ഉൾപ്പെടെ നൽകി അറിയിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മാക്സിമം തെറ്റുകളില്ലാതെ വളരെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ മറ്റൊരു വീഡിയോയിലൂടെ കാണാം, അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിലൂടെ കാണാം. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.